കർത്താവിൽ സ്നേഹവന്ദനം. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് 2-ാം ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്നുള്ളത്. എങ്ങനെയാണ് നമ്മുടെ ആത്മാവിനെ നിയന്ത്രിച്ചുകൊണ്ട് നന്മയുടെ പോരാട്ടം നടത്താൻ പറ്റുന്നത്? ക്രിസ്തു അതിന് നമുക്ക് ഉദാഹരണം കാണിച്ചു. അവൻ്റെ കോപത്തെ, അവൻ്റെ ദ്വേഷത്തെ, അവൻ്റെ സ്നേഹത്തെ എല്ലാം അവൻ നിയന്ത്രിച്ചു. എല്ലാവരെയും ഐക്യത്തിലേക്ക് നയിച്ചു. നമ്മുടെ ആത്മനിയന്ത്രണം ഏവരെയും സ്നേഹത്തിലേക്കും ഐക്യത്തിലേക്കും നടത്തുന്നതാവണം. അധികാരത്തിൻ്റെ പ്രകടനമല്ല, ആത്മാവിൻ്റെ പ്രതിഫലനമാകണം ആത്മനിയന്ത്രണം.